ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ച കാണാൻ പോണത് വേറൊന്നുമല്ല, തിങ്കളാഴ്ച കാണാൻ പോണ എപ്പിസോഡാണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ ആ ഒരു അനിയത്തിയുടെ കീർത്തിയുടെ വിവാഹത്തിന് വേണ്ടി പയ്യനും പയ്യന്റെ വീട്ടുകാരും വന്നിട്ടുണ്ട്. വന്നതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അവര്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ സൗകര്യം കുറവാണ് എന്നൊക്കെ എന്നെ പറയാട്ടോ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പയ്യന്റെ അമ്മ പറയണ്ടോ, ഹോ എന്തൊരു ചൂടാ ഇത്, ഇവിടെ AC ഒന്നും ഇല്ലേ, ഫാൻ ആണെങ്കിൽ കറങ്ങൊന്നുമില്ല, ഹോ എന്തൊരു കഷ്ടമാണ്. എന്റെ മോന് നല്ല നല്ല ആലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ പ്രൊമോഷൻ കിട്ടാൻ പോവാ. പ്രൊമോഷൻ അറിയാവോ നിങ്ങൾക്ക്? ഇപ്പൊ കിട്ടുന്ന സാലറി 40,000 രൂപയാണ്. അതിന്റെ 3 ഇരട്ടി സാലറി, അതായത് 1 lakh അവന് കിട്ടാൻ പോണ സാലറി എന്ന് പറയണത്. അവനെ ശരിക്കും പറഞ്ഞാൽ ഈ ദരിദ്രവാസി കുടുംബത്തിന്റെ പെണ്ണിന്റെ ആവശ്യമൊന്നും ഇല്ല. അവനിനി പെണ്ണുങ്ങളൊക്കെ ക്യൂ നിൽക്കും അവനെ കല്യാണം കഴിക്കാൻ. ക്യൂ പിന്നെ കാണാനും നല്ലതാണല്ലോ, നിങ്ങളുടെ പെണ്ണിനെ പോലെയൊന്നും അല്ലല്ലോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിലൊക്കെ ആകെ ദേഷ്യം വരും കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, ആന്റി നന്നായിട്ട് ജീവിക്കുന്നതിനല്ലേ കാര്യം, അല്ലാതെ വലിയ കുടുംബത്തിൽ കെട്ടിച്ചു കൊടുത്തു ചെറിയ കുടുംബത്തിൽ കെട്ടി അങ്ങനെയൊന്നും അല്ല കാര്യം. പയ്യനും പെണ്ണും നന്നായിട്ട് മനസ്സിലാക്കി അവര് ജീവിതത്തിൽ മുന്നോട്ട് പോണം, അതല്ലേ ജീവിത രഹസ്യം എന്നൊക്കെ പറയണത്. ഹോ എടി പെൺകൊച്ചെ, നീ ചെറുപ്പമാണ്, ഞങ്ങളൊക്കെ നല്ല പ്രായമായവരാണ്, നിന്നെക്കാളും ഒരുപാട് ഓണം ഉണ്ടിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അല്ല ഈ പെണ്ണ് ശരിക്കും ആരാ എന്ന് ശ്രുതിനെ ചോദിക്കുമ്പോ അമ്മായി പറയണ്ട്, ഇതെന്റെ ഏട്ടന്റെ മോളാ എന്ന് പറയാണ്. ആരായാലും വലിയ ആൾക്കാരുടെ വർത്താനമാണ്. ഇവളുടെ വർത്താനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ഇവൾക്കൊന്നും ആ വായടച്ചു കുറച്ചേരം മിണ്ടാതിരിക്കാൻ പറയാവോ എന്നൊക്കെ പറയണം. ശേഷമാണെങ്കിൽ വന്നവർക്കൊക്കെ ഐസ്ക്രീം കൊടുക്കാട്ടെ. അപ്പൊ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് ഐസ്ക്രീം കൊടുക്കുന്നത്. ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ പയ്യന്റെ അമ്മ പറയുന്നുണ്ട്, ഇതെന്താ ഐസ്ക്രീം ആണോ അതോ സിപ്പപ്പ് ആണോ, വെള്ളം പോലെ ഇരിക്കുകയാണല്ലോ എന്ന് പറയാണ്. അത് ആന്റി കുറച്ചു നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതുകൊണ്ടാ. ഓ എന്നാലും ഇത് കുടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. നോക്കിക്കേ, വെള്ളം പോലെ ഇരിക്കണ ഒരു ഡെസേർട്ട് പോലും തരാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ അശ്വിൻ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പെണ്ണ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ പെണ്ണിനെ കാണുമ്പോൾ അശ്വിന് ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ. അശ്വിൻ വേഗം തന്നെ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് അശ്വിൻ ആ കാര്യം മനസ്സിലാവണത്. ആ പയ്യൻ അശ്വിന്റെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാണ്. അയാൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ അശ്വിൻ തന്നെ വിചാരിക്കണം എന്നൊരു കാര്യം അശ്വിന് മനസ്സിലാവുന്നുണ്ട്. വേഗം തന്നെ അശ്വിൻ ഫോൺ എടുക്കാണ്, ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, നമ്മളൊരു പയ്യന് പ്രൊമോഷൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അവന്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തേക്കട്ടോ, അവന് പ്രൊമോഷൻ കൊടുക്കണ്ട. എന്തു പറ്റി സർ എന്ന് ഓഫീസിന് ചോദിക്കുമ്പോ, വേണ്ട, അവനെ ഒരു ഗദ്ദ ബുദ്ധിയാണ്, അതായത് നാക്കില്ലാത്തവനാണ്. ഒന്ന് സംസാരിക്കാൻ എവിടെ എന്ത് സംസാരിക്കണം അവൻ അറിയില്ല. ആരെങ്കിലും എന്ത് പറഞ്ഞാലും കേട്ട് ബിംബം പോലെ നിൽക്കും. ഉറച്ചൊരു സ്റ്റാൻഡ് ഇല്ല, ഒരു കോൺഫിഡന്റ് ഇല്ലാത്തവനാണ് അവൻ. അങ്ങനത്തെ ഒരുത്തിന് എനിക്ക് ജോലിക്ക് വേണ്ട. എന്റെ ജോലിക്ക് വെച്ചേക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, നല്ല സ്റ്റാൻഡ് ഉള്ളവരാണ്, സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉള്ളവരാണ്, ഫോക്കസ് ഉള്ളവരാണ്, ഷാർപ്പ് മൈൻഡ് ആണ്. അല്ലാതെ ഇവനെ പോലത്തെ പഴംപുഴുങ്ങികളൊന്നും അല്ല. ഇവനെന്തായാലും കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചു പറ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ആ പയ്യന് കോള് വരാട്ടോ ഓഫീസിൽ നിന്ന്. ആ പയ്യൻ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുവാണ്. ശേഷം ആ പയ്യൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, പറ സർ. എന്താ സർ? പ്രൊമോഷൻ തരില്ലെന്നോ? എന്താ സാർ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട ഈ പ്രൊമോഷൻ കിട്ടിയെന്നറിയാവോ? ഇപ്പൊ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യുകയാണെന്നോ? എന്താ സാർ കാരണം? അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? MDക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ? അദ്ദേഹത്തിന് എന്നെ ശരിക്കും അറിയ പോലില്ലല്ലോ സർ, പിന്നെ എങ്ങനെയാ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ലെന്നൊക്കെ പറയണത്? ശരി സർ എന്നിട്ട് ഫോൺ വെക്കുവാണ്. പെട്ടെന്ന് അശ്വിന്റെ ആ പയ്യന്റെ പുറകെയില് ആരോ വന്നിട്ട് ഇങ്ങനെ തോളത്ത് ഇങ്ങനെ തൊടുവാട്ടോ. ആ പയ്യൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുവാണ്. അശ്വിൻ സാറ്, നിങ്ങൾ ഇവിടെയോ? അതെ എന്ന് പറയാണ്. നിനക്ക് പ്രൊമോഷൻ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല സർ, പ്രൊമോഷൻ ദേ ക്യാൻസൽ ആക്കിയത് പറഞ്ഞു ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നിന്റെ പ്രൊമോഷൻ ക്യാൻസൽ ആക്കിയത് ആരാന്നറിയാവോ? അത് ഞാനാണ്. സർ, സാറോ? എന്തിനാ സാറിന്റെ പ്രൊമോഷൻ ക്യാൻസൽ ആക്കിയത്? അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാ സർ സാറിനോട് ചെയ്തത്? നീ തെറ്റൊന്നും ചെയ്തില്ലേ? നീ എന്നോട് തെറ്റൊന്നും ചെയ്തില്ല, പക്ഷെ നീ ചെയ്തു. ഈ വീട്ടുകാരോടും നീ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനോടും നീ തെറ്റ് ചെയ്തു. നിന്റെ അച്ഛനും അമ്മയും ആ പെണ്ണിനെ എന്തുമാത്രം അപമാനിക്കണത് നീ കണ്ടില്ലേ? ആ പെണ്ണിന്റെ അമ്മേനെ എന്തുമാത്രം ബുദ്ധിമുട്ടിപ്പിക്കണത്. സാധാരണ കുടുംബമാണ്, നിനക്കറിയാലോ. അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവർ ഈ കല്യാണം നന്നായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് കൊക്കൊതുങ്ങാവുന്ന തരത്തിലാണെങ്കിലും അവര് നല്ല രീതി തന്നെ അറേഞ്ച് ഒക്കെ ചെയ്ത് ആ പെൺകുട്ടീനെ ഒന്ന് കൈ പിടിച്ച്
എന്താണ് പറഞ്ഞയക്കാൻ വേണ്ടി വളരെ സന്തോഷത്തിലാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ നിന്റെ അച്ഛനും അമ്മ എന്താ ചെയ്തത്? എല്ലാത്തിനും കുറവും കുറ്റവും തന്നെ കണ്ടുപിടിക്കണേ. എടാ നിനക്ക് ആ പെണ്ണിനെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ് സർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീർത്തിന. നിനക്ക് ഇഷ്ടമായിട്ടാണോ ആ പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കണത് കണ്ട് മിണ്ടാതിരിക്കണത്? നിനക്ക് നാവില്ലേ? നിന്റെ അമ്മ ഇത്രമാത്രം അപമാനിച്ചിട്ടും നീ അതെല്ലാം കേട്ടിരിക്കുകയാണ്. നാളെ എന്ത് വിശ്വാസത്തിലാ ആ പെണ്ണ് നിന്നെ കല്യാണം കഴിച്ചിട്ട് നിന്റെ കൂടെ വരുന്നത്? ഈ കല്യാണം നടക്കാതിരിക്കണേ നല്ലത്. നിനക്ക് പ്രൊമോഷനും വേണ്ട. കാരണം കല്യാണം നടക്കാതിരുന്ന ആ പെണ്ണ് വേറെ നല്ല ചെക്കന്മാര് കേട്ടു, നല്ല നട്ടിലുള്ള ചെക്കന്മാര്. നിനക്ക് നട്ടിലില്ലടാ. നിന്റെ വീട്ടിൽ കെട്ടിക്കൊണ്ടെന്നാല് ആ പെണ്ണ് നിന്റെ അമ്മയും അച്ഛനും കൂടി എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണത്? നീയും നശിച്ചു, ആ പെൺകുട്ടിനെ നശിപ്പിക്കുന്നു. എന്തായാലും നിനക്ക് പ്രൊമോഷനും ഇല്ല, ആ പെണ്ണും ഇല്ല എന്ന് പറയാണ്. അയ്യോ സർ, ചതിക്കില്ല സർ. സർ, എനിക്ക് എന്റെ ജോലി വലുതാണ് സർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സർ. നീ ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നീ ആ പെണ്ണെ കല്യാണം കഴിച്ചാലും ഞാൻ നിനക്ക് ഈ ജോലിക്ക് പ്രൊമോഷനൊന്നും തരാൻ പോണില്ല സർ, പ്ലീസ് സർ എന്ന് പറയാണ്. അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. അശ്വിൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം കൂടി പറയാം. എന്റെ കമ്പനിയിലുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആണത്തുള്ളവരാണ്. അവരെ എന്തുണ്ടെങ്കിലും മുഖത്തോക്കി പറയും, കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയും. അല്ലാതെ ഉണ്ണാക്കന്മാരെ പോലെ മിണ്ടാതിരിക്കില്ല, മനസ്സിലായോ? എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല, അത് നിന്നെ പോലത്തെ ആൾക്കാരെ അല്ല എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. ആ പയ്യനാകെ ദേഷ്യം വരുവാട്ടോ അച്ഛന്റെ അമ്മയുടെ സ്വഭാവമൊക്കെ ആലോചിച്ചിട്ട്. കാരണം അതുകൊണ്ടിട്ടാണ് ആ പയ്യനെ പ്രൊമോഷൻ പോയത്. പെട്ടെന്ന് ആ പയ്യൻ അവിടേക്ക് പോയിട്ട് പറയണ്ട, അമ്മ അച്ഛ ഒന്ന് നിർത്ത്. നോക്ക്, ഞാൻ കീർത്തിനെ ഇഷ്ടപ്പെട്ടത്, എനിക്ക് കീർത്തിനെ കല്യാണം കഴിച്ചാൽ മതി. അല്ലാണ്ട് അവളെ വീട്ടിലെ സൗകര്യമോ വീട്ടിലെ പണമോ സമ്പാദ്യമോ ഒന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി കീർത്തി മതി എന്ന് പറയുമ്പോ ആ പയ്യന്റെ അമ്മ പറയണ്ടേടാ മോനെ, നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താടാ, നീ സുഖമായിട്ട് ജീവിക്കണം, അത്രേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഈ കല്യാണം മുടങ്ങുന്നില്ല, ഈ നന്നായിട്ട് നടക്കാൻ തന്നെ പോകുക എന്ന് പറയണം. അങ്ങനെ ആ പയ്യന്റെ ഫോണിലേക്ക് വീണ്ടും കോള് വരുവാണ്. പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ ഭയങ്കര സന്തോഷം കേട്ടോ. അത് അശ്വിനാണ് വിളിക്കണത്. അപ്പൊ അശ്വിൻ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ശ്രുതി പുറകിലുണ്ട് കേട്ടോ. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പിന്നിലെല്ലാം അശ്വിനാണെന്ന്. അശ്വിനാണ് ചെക്കനെ പ്രൊമോഷൻ കൊടുത്തോണ്ടാണ് ഈ പയ്യൻ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ മനസ്സിലാവാണ്. അശ്വിന്റെ നല്ല മനസ്സ് ശ്രുതി മനസ്സിലാക്കുക കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം നടക്കുന്നത്. അശ്വിൻ അമ്മായിക്ക് അഴ കെട്ടിക്കൊടുക്കാൻ പോകണം. കാരണം പുറത്ത് നല്ല മഴയാട്ടോ. അപ്പൊ മഴ കാരണം തുണിയൊന്നും ഉണങ്ങുന്നില്ല. അപ്പൊ അമ്മായി ഉമ്മറത്തെ ഇങ്ങനെ അഴ വിരിക്കുകയാണ്. അപ്പൊ അഴ കെട്ടാൻ വേണ്ടി അമ്മായിക്ക് കൈ എത്തുന്നുമില്ല. അമ്മായി കൈ എത്തിച്ച് അഴ കെട്ടാൻ നോക്കുമ്പോ അഴ കെട്ടാനും പറ്റുന്നില്ല. അപ്പോഴേക്കും അശ്വിൻ വരുന്നുണ്ട്. എന്താ അമ്മായി, എന്താ ചെയ്യുന്ന? മോനെ ഇത് കണ്ടില്ലേ, കൈ എത്തുന്നില്ല, പുറത്താണെങ്കിൽ ഭയങ്കര മഴ, അതാണ് ഇത്ര വലിയ കാര്യം, ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നല്ല രീതിയിൽ അഴ കെട്ടുന്നുട്ടോ. പക്ഷെ അഴ കെട്ടുമ്പോഴേക്കും ഒരു തൂക്കുകയറ് പോലെയാണ് അശ്വിൻ അഴ കെട്ടാൻ വേണ്ടി എടുക്കുന്നത്. അത് കാണുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ്. ഈശ്വര, ഇയാളിന് തൂക്കുകയറിൽ കൊല്ലാൻ പോവാണോ? കാരണം അതിന് തലേ ദിവസം ശ്രുതി ഇങ്ങനെ ഫോണിൽ സംസാരിക്കണ കേട്ടിരുന്നു അശ്വിൻ. അപ്പൊ അതൊരു ശ്രുതിയുടെ ഒരു സംശയമാണ് കേട്ടോ, തന്നെ കൊല്ലാൻ വേണ്ടി അശ്വിൻ നോക്കുന്നുണ്ടെന്നൊരു സംശയം ഉള്ളിൽ കയറിയതുകൊണ്ടാണ് ശ്രുതിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അങ്ങനെ അശ്വിൻ ആണെങ്കിൽ കയറിങ്ങനെ പിരിച്ച് അഴ കെട്ടുമ്പോ ശ്രുതിയുടെ വിചാരം തന്റെ കഴുത്ത് മുറുക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ കയറ് പിരിക്കണേന്നാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകാട്ടോ. അശ്വിൻ മനസ്സിലായിരിക്കും, ഇവളെന്താ എന്നെ കാണുമ്പോഴേക്കും ഇങ്ങനെ ഓടിപ്പോണത്, വട്ടിളകിയിട്ടുണ്ടാവുമായിരിക്കും എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ട് കേട്ടോ ഇനി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഈ സീരിയൽ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏത് സീരിയലാണെന്ന് താഴത്ത് കമന്റ് ചെയ്യണേ, റിവ്യൂ ചെയ്യാനായിട്ടാണ്. അപ്പൊ മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.